മഞ്ജു ഉയ്യോ, സത്യനന്ദിക്കാട് വന്നോ? എന്റെ മോനെവിടെ? അതിനെ മറന്നോ? ഡാ കണ്ണാ, ഞാനിവിടെ ഉണ്ടമ്മേ. ബാ. മറന്നോടോ അമ്മനെ? എന്നിട്ട് പോയ കാര്യം എന്തായി? വല്ലതും നടക്കോ? കേട്ടോ മോനെ, നടക്കുവാന്ന്. ഇപ്പൊ നടക്കുന്ന സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഹിമാലയ ഫിലിംസ് അനൗൺസ് ചെയ്യുന്നു, ഇതാ ഞങ്ങളുടെ പുതിയ പ്രോജക്ട് സീൻ 1 നമ്മുടെ വീട്. ശരിയാണോ? ആ, എന്നിട്ട് കേക്കട്ടെ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഈ ദൃശ്യവിസ്മയത്തിന് രചനയും സംവിധാനവും നിർവഹിക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനം, ലോക സിനിമയുടെ വാഗ്ദാനമായ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. ഹലോ, ഗംഭീര. കോരിത്തിരിച്ചു അല്ലേ? കോരിത്തിരിക്കും. അപ്പോഴേ ഒറ്റപ്പാലം ഉണ്ണി. നോ, പിന്നെ സംവിധായകൻ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. ഓ ശരി, സംവിധായകൻ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. കൂടെ ഞാനൊരു CID അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ആ CID സത്യസന്ധമായ റിപ്പോർട്ടൊക്കെ തന്നു. ഞാൻ അറിഞ്ഞു. ഓഹോ, അപ്പൊ നീയാണല്ലേ CID? കള്ളപ്പടുവാ, കിടച്ചാരാ, അമേരിക്കൻ സ്പൈ, അമേരിക്കൻ ചാരൻ, നിന്നെ ഞാൻ. വാ, നീ ഇന്ന് സ്കൂളിൽ പോണില്ലേ? മണി 8 കഴിഞ്ഞല്ലോ. കൊള്ളാം. വന്ന് ഞായറാഴ്ച പോലും തിരിച്ചറിയണ്ടേ. ഓ, ഇന്ന് ഞായറാഴ്ച ആണല്ലേ? അല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ എന്നും ഞായറാഴ്ച അല്ലേ നമ്മള്. ആ പറഞ്ഞത് ശരിയാ മോനെ. അല്ല, അതിനിടക്ക് നീ സ്കൂളിൽ വലിയ നാടക സംവിധായികയെന്നൊക്കെ കേട്ടപ്പോ നല്ല കൂലം കിട്ടിയെന്ന് കേട്ടു. സംഗതി ഒരു പറ്റുപറ്റിയെന്നുള്ള നേരാ. പഠിപ്പിക്കാൻ തീരെ സമയം കിട്ടിയില്ല. ആകെപ്പാട് ഹറിബറിയായി പോയി. ഇനിയിപ്പോ ഇതാരും അറിയണ്ട. ആവാത്ത പണിക്ക് പോണ്ടെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? ഞങ്ങളെ പോലുള്ളവർ കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്യുമ്പോ ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്. ഇതിപ്പോ എന്താ ഈസിയല്ലേ? വിവരം അറിഞ്ഞല്ലോ. ദേഹത്ത് മുഴുവൻ പൊടിയഴുക്കാണല്ലോ. പോയടുത്ത് കുളിയൊന്നും ഉണ്ടായിരുന്നില്ലേ കണ്ണ? അതെ, ഇന്നലെ കുണ്ണിയേട്ടനെ ഇവിടെ കുളിക്കാൻ നിൽക്കണ്ട. സർവീസ് സ്റ്റേഷനിൽ പോയി സർവീസ് ചെയ്തോളൂ. എഴുന്നേറ്റ് നേരത്തിന് ആഹാരം വല്ലതും കിട്ടിയിരുന്നോ മോനെ? ഒന്നിനെ കണ്ടാലറിയാം. അച്ഛനോ ഇങ്ങനെയായി. നീ എന്തിനാ അച്ഛന്റെ വാലായിട്ട് നടക്കണേ? എനിക്ക് അച്ഛനോട് പോവാനാ ഇഷ്ടം. ഒരൊറ്റ കുത്തിയ വെച്ചെന്നുണ്ടല്ലോ തിരിഞ്ഞിടക്കണ്ട്. സ്കൂളിലും പോണ്ട, എവിടെയും പോണ്ട, അച്ഛന്റെ പിന്നാലെ ഇങ്ങനെ നടന്നോ. എന്നാ ഈ അച്ഛന് വല്ല വിചാരം ഇങ്ങനെ ഒരു കുട്ടി കൂടെ ഉണ്ടെന്ന്? സിനിമയുടെ ലോകത്തെത്തി പിന്നെ എല്ലാം അങ്ങ് മറക്കും. എന്നാ നടക്കുന്നതിന് വല്ല പ്രയോജനം ഉണ്ടോ? അതുമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. ഉണ്ണിയേട്ടാ, അത് ഓർത്തിങ്ങെടുത്തേ. മതിയടാ വിളിച്ചത്. വേറെ തുടക്കം മുതൽ കാണണം. അപ്പൊ സിനിമാ പരിപാടി ഉണ്ടല്ലേ? നമ്മളൊന്നും വിളിക്കൂലല്ലോ. ഓ, വിളിച്ച അപ്പ നീ വന്നു. ഏത് സിനിമക്കാ നീ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളീ പാവപ്പെട്ട തൊഴിലാളികൾ ഉണ്ടാക്കുന്ന സിനിമയിലും താല്പര്യമില്ലല്ലോ. അയ്യോ പാവങ്ങള്. 50 ലക്ഷം മേടിക്കണ തൊഴിലാളി, 1 കോടി മേടിക്കണ തൊഴിലാളി. എന്നാൽ യഥാർത്ഥ തൊഴിലാളിക്ക് സിനിമ കാണണമെങ്കിൽ കാശ് കടം മേടിക്കണം. ആ, അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്ന്. കയ്യിൽ കാശൊന്നുമില്ല. വണ്ടിക്ക് 100 രൂപ വന്നേ, വണ്ടിയിൽ പെട്രോൾ അടിക്കാനാ. നോക്കണ്ട, കടമായിട്ട് തന്നാ മതി. നീ എഴുതി വെച്ചോ? എഴുതി എഴുതി എന്റെ കയ്യേശ്വരം നന്നാവാനാവും. പടം റിലീസാകട്ടെ മോളെ, ഞാൻ കാണിച്ചു തരാം. കണ്ടു. അതെ, ക്രിസ്ത്യാനിക്ക് വരുന്നുണ്ടെങ്കിൽ ആ പാവം പാട്ടിനെ വെറുതെ വിട്ടിട്ട് റെഡിയാകാൻ നോക്ക്. ഓ, നമ്മളില്ലേ അച്ഛനും മോനും മാറുന്ന സിനിമയും കണ്ടിങ്ങനെ നടന്നു. സുഖ ജീവിതം. അത് ശരി. അപ്പൊ നീ അങ്ങനെ കരുതിയിരിക്കുന്നത് ഞാൻ സിനിമ കാണുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയാണെന്ന്? പിന്നെ ദുഃഖിക്കാനാ? സ്റ്റഡി, പഠിക്കാൻ, പുതിയ ട്രീറ്റ്മെന്റ് പഠിക്കാൻ, പുതിയ ട്രെൻഡ് മനസ്സിലാക്കാൻ. അതൊന്നും അറിയാൻ നാളെ സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ നീ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നു. എന്റെ റെഫറൻസ് എന്താ? എന്താ സിനിമ? പറഞ്ഞു കൊടുക്ക്. മതി ജീവിതം, വാ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്ലാസ്. അച്ഛനും മോനും. ഇതെന്താ ഈ പാതിരാത്രിക്ക് ഇവിടെ വന്ന് നിക്കണേ? ഉറക്കൊന്നുമില്ലേണ്ടായോ? എന്താ ഉണ്ണിയേട്ടാ ഇത്ര വലിയ ടെൻഷൻ? ഇപ്പൊ എന്താ ഉണ്ടായേ? സിനിമയുടെ കാര്യങ്ങൾ എവിടെ എത്താത്തതിന്റെ ഒരു... അത്രേ ഉള്ളൂ.
ഞാൻ വിചാരിച്ചു വേറെന്തോ ഗൗരവപ്പെട്ട വിഷയാണെന്ന്. ഇതിപ്പോ തലപോണ കേസൊന്നും അല്ലല്ലോ. സിനിമ ചെയ്തില്ല എന്താ കുഴപ്പം? ശരിയാ, ഞാനിപ്പോ സിനിമ ചെയ്തില്ലാന്ന് വെച്ച് മലയാള സിനിമയ്ക്കോ ലോകത്തിനോ ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ എനിക്കറിയാം എന്റെ മേഖല സിനിമയാ. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുള്ളിടത്തോളം ഇത് വിട്ട് പോകാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ എനിക്കാവില്ല. എവിടെയോ വായിച്ചിട്ടുണ്ട്, ഭൂരിഭാഗം പേരും എത്തിപ്പെടേണ്ടിടത്തല്ല എത്തിപ്പെടുന്നത്. പോലീസുകാരനാവേണ്ടവൻ രാഷ്ട്രീയക്കാരനാവുന്നു, ഫുട്ബോൾ താരമാകേണ്ടവൻ ബാർ മുതലാളിയാവുന്നു, എഴുത്തുകാരനാകേണ്ടവൻ ബസ് ഡ്രൈവറോ ചുമട്ടുതൊഴിലാളിയൊക്കെ ആവുന്നു, മീൻ കച്ചവടം നടത്തേണ്ടവർ സ്കൂൾ ടീച്ചറാവുന്നു. ഏ? ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. നമ്മളെ മാത്രം ശരിയായ വഴിയിൽ എത്തിച്ചേർന്നു. ബാക്കി പലിശക്കാരനാവേണ്ടവൻ നോവലിസ്റ്റായി, ആർട്ടിസ്റ്റ് ആവേണ്ടവൻ കൂലിത്തല്ലുകാരനായി, പിന്നെ മീൻ കച്ചവടം നടത്തേണ്ട ആൾ സ്കൂൾ ടീച്ചറായി, അതും +2 ടീച്ചർ. ഞാൻ നിന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. വേണ്ട വേണ്ട, നട്ടപ്പാരിക്ക് ഉറക്കൂലോണ്ട് സിനിമയിൽ ചെന്ന് ചിരിക്കുക. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഞാൻ എന്ത് ചെയ്യാനാ? ഏയ്, പോ പോ. എടുത്ത് കഴിക്കടാ. ശ്ശോ, എത്ര നേരത്തെ ഉണ്ടോളും സമയം തികയൂല. ഉണ്ണേട്ടാ, ചോറെടുത്തോ ചോറെടുത്തോ. ആ, ആ. ഉണ്ണേട്ടാ, മഴ പെയ്യാണെങ്കിലേ അയ കിടക്കണ ഡ്രസ് എടുത്തൊന്ന് അകത്തേക്ക് ഇട്ടേക്കണേ. ഏയ്, ഞാൻ മഴയൊന്നും ഇറങ്ങുക. നിക്ക്, ഞാൻ കൊണ്ടാക്കി തരാം. എന്തിനാ, സമയമുണ്ട്, ഞാൻ പോയിക്കോളാം. ഉണ്ണിയുടെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ നോക്ക്. പിന്നെ ആ കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റത് പ്രത്യേകിച്ച് സിനിമക്കാരെ. ഞാൻ ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് ആ, ഇവിടെ ഉണ്ടായിരുന്നോ? എത്ര നേരം ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുന്നത്? ഒന്ന് പോയി കിട്ടണ്ടേ വിദ്യാഭ്യാസ മന്ത്രി? നീ എന്തേ കാണിക്കുന്നത്? കാലിൽ ഉറുമ്പ് കടിച്ച് മേൽപോട്ട് കയറി കടിക്കാന്നൊരു സംശയം, അതിന് ഉരച്ചു കൊല്ലുവാ. മേപ്പോട്ട് കയറിയെങ്കിൽ ഉരക്കണ്ട, തന്നെ ചത്തോളൂ. നീ ആ മണി ഉടക്കണ്ട. ഇതാ ആ, വേവട്ടെ വേവട്ടെ, സ്കൂളിൽ പോണം. ഹായ് കുട്ടാ. എന്റെ മുടി ചീകി വെച്ചതാ, ചീത്താക്കല്ലേ. അയ്യോ എന്റെ പാല്. ആഹാ, മോന്റെ പാലായിരുന്ന. ഉറുമ്പ് കടിച്ചെനിക്ക് അപ്പൊ പാല് കുടിക്കണം. അത് അച്ഛനപ്പന്മാരായിട്ടുള്ള ശീലാണേ. കേട്ടിട്ടില്ലേ? പാലക്ക ഫാമിലി, പാലക്ക ഫാമിലി. വിദ്യാഭ്യാസ മന്ത്രി ഇത് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴങ്കഞ്ഞി മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ കണ്ട പടം? നല്ല സബ്ജക്റ്റാ, പക്ഷെ ട്രീറ്റ്മെന്റ് പോരാ. അയ്യടാ, ഇവനാര് സ്പിൽബർഗറാ? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ടല്ലേ അവരും വളരുന്നത്. എടാ, അവളില്ലാന്ന് കരുതി ഒരുപാട് പേര് അർമാദിക്കല്ലേ. അവിടെ സ്പൈ ആയിരിക്കുന്നത്. ഇവൻ നമ്മുടെ ആളല്ലേ? ഓ ഓ ഓ, അവൻ എന്റെ പോലും ആളല്ല. ലോകം മുഴുവനും കൊണ്ടു നടക്കുന്നത് ഞാനാ. എന്നാലും അവന്റെ കൂറ അമ്മയോടാ. അച്ഛാ, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്ത്? അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണത്. നീ എന്റെ ചക്കരട കുട്ടപ്പൈ. നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്തുവാ പൊട്ടൻ ബിസ്ക്കറ്റ് ഉണ്ടോ? ഉണ്ണിയേട്ടാ, പടത്തിന്റെ കാര്യം എന്തായി? ഉണ്ണിയേട്ടന്റെ പടത്തിൽ ഒരു പാട്ട് എഴുതാൻ വേണ്ടി എത്ര കാലമായി ഞാൻ നടക്കുന്നു. ഒരു കവിയുടെ ആത്മസംഘർഷം ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒരു വട്ടം കൂടി ഈ കവിയുടെ ഹൃദയത്തിൽ മുളപൊട്ടി വിടരും മൃഗന്ധം. ഇത് മൃഗന്തോ? ആ, മൃഗന്ധം എന്ന് വെച്ചാ? പ്രേമരം. ഹേയ്, മൃഗന്ധം, ആ? ദുഃഖം. പോടാ. വേണമെങ്കിൽ ശീൽക്കാരൊന്നും അർത്ഥമുണ്ട്. കുട്ടി ചിരിച്ചുണ്ടോ? മനസ്സിലായി കുട്ടി. ഒരാൾക്ക് ഗാനരചന, ഒരാൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ്. നമുക്കെന്താണോ? എനിക്കൊന്നും ആവണ്ട. ഇവന്മാർ ഇതൊക്കെ ആവുന്നൊന്ന് കണ്ടാ മതി. അതിനു വേണ്ടിയാ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നു. അതെ, 4 മണിക്ക് അലാറം അടിക്കും. ആ നിമിഷം എല്ലാവരും സ്റ്റാൻഡ് വിട്ടോണം. പിന്നെ ഏത് സമയത്തും മഞ്ജു വരും. ഇങ്ങനെ ഭാര്യയെ പേടിച്ച് ജീവിക്കരുതുണ്ണി. അത് നമ്മൾ ഈ പുരുഷവർഗത്തിന് തന്നെ അപമാനമാണ്. കറക്റ്റ്. വെറുതെ അല്ല ഭർത്താവ്. മുംബൈ കഴിയിട്ടു അവളുടെ ചെലവിലാ ജീവിക്കുന്നത്. അപ്പൊ ഇത്തിരി പേടിച്ചാലും തെറ്റില്ല. ആ അപമാനം അങ്ങോട്ട് സഹിക്കാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡും മോനും വന്നോ മഞ്ജു? ഓ, വന്നിണ്ട്. സിനിമ ഉടനെ എങ്ങനെ ഉണ്ടാവോ? ഓ, ആർക്കറിയാം എന്റെ മാഷെ. എന്തായാലും മഞ്ജുവിനെ സമ്മതിക്കണം. സിനിമ എന്ന് പറഞ്ഞിങ്ങനെ ഊരുറ്റി നടക്കുന്ന ആളെ സഹിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ എന്റെ ആള് 5 മണിക്ക് ബാങ്ക് അടച്ച 5:30 വീട്ടിലെത്തും. അല്ലെങ്കിലേ മാനേജർ വിവരം അറിയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബിന്ദു ടീച്ചർ ഒന്ന് വൈകിയ. രഘുവേട്ടൻ വന്നിട്ടുണ്ടേ. മലേഷ്യയിൽ എന്തോ പുതിയ ബിസിനസ് തുടങ്ങാൻ പോണു അത്രേ. ഗൾഫിലും സിംഗപ്പൂരും കൂടാതെ പിന്നെ മലേഷ്യയിലും ബിസിനസ് തുടങ്ങാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല ലേബർ വിസയും കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ ഒറ്റപ്പാലം ഉണ്ണിക്ക് പറ്റിയ വല്ല വിസ ഉണ്ടാവും. ടീച്ചറെ, ബിന്ദു ടീച്ചർ ഒന്ന് മുറുക്കി പിടിച്ചേക്ക്. കൊള്ളാവുന്ന വിസ വല്ലം വരികയാണെങ്കിൽ ഗൾഫിലേക്ക് കയറ്റി വിടാലോ.
ഉണ്ണിയേട്ടൻ നാട് വിട്ടു പോവില്ല. ബെസ്റ്റ്. ഉണ്ണി ഗൾഫിൽ പോയിട്ട് എന്തിനാ? അവിടെ ഈ നാടകവും സിനിമയൊന്നും ഇല്ലല്ലോ. അത് ശരിയാ. ഉണ്ണിയേട്ടൻ എന്താ ഈ ആലോചിച്ച് കിടക്കുന്നത്? ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് പക്കയാണ്, ഒരു മാറ്റവും വരുത്തണ്ട. മാറ്റം വരുത്താനല്ലടാ, ആ. പടത്തിന്റെ വേരിയന്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്ലിങ് കണ്ണ് ഇറക്കുന്ന ഒരു കൊച്ചെലമെന്റ്. ക്ലിങ്! കിട്ടിയാ? പൂമുഖപ്പടിയിൽ വന്നതാരോ കാത്തു കാത്തു നിന്നൊരു പൊൻകുരിശ്. ഒന്ന് പോടാ. ഇതൊക്കെ 100 പടത്തിൽ എഴുതി കാണിച്ചിട്ടുള്ളത് എന്തില്ലേ? ഇതെന്റെ അല്ല, തുടക്കം. ഉണ്ണിയേട്ടന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. പുറത്ത് പ്രൊഡ്യൂസർ വർമാജി കാത്തു നിൽക്കുന്നു. പ്രൊഡ്യൂസർ വന്നേ, ഇന്ന് ഈ കഥ പറഞ്ഞു വീഴ്ത്തും. കരിനാക്ക് വളക്ക. വേണ്ട വേണ്ട വേണ്ട, ഉണ്ണിയേട്ടൻ പോയിട്ട് അഡ്വാൻസ് വാങ്ങിച്ചു വരട്ടെ, നമ്മള് പോണ. ഓൾ ദി ബെസ്റ്റ്. ഓർമ്മ അത്തഗിരി. ഉണ്ണി ഒരു മിനിറ്റ്. ആ. ഉണ്ണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. പത്രിപ്പാലയിൽ എന്റെ ഷൂട്ടിംഗ് നടക്കുക. 2 ദിവസത്തെ വർക്ക് കൂടി ബാക്കിയുണ്ട്. ഈ പിടുത്തത്തിന് അത് തീർന്നില്ലെങ്കിൽ അതവിടെ കിടക്കും. കിടന്നാലത്തെ കാര്യം ഉണ്ണിക്ക് അറിയാലോ. അല്ല, എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഒരു 2 ലക്ഷം ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് അവിടെ നിൽക്കും. നീ എങ്ങനെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് തരണം. അയ്യോ സാർ, ഞാൻ ഉണ്ണി, ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് വെച്ച് തന്നെ നീയൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ. ഇത് കഴിഞ്ഞാ പിന്നെ നിന്റെ പടം നമ്മൾ ചെയ്യുന്നു. അതല്ല, ഞാനിപ്പോ ഉണ്ണി, ഇത് അടവാ, കാശ് കിട്ടാനുള്ള അടവാ. അതെ അതെ, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പടം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഇല്ലായിരിക്കാം. നല്ലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങുക പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് വർമാജി നല്ല ആളാ. വിശ്വാസം അതല്ലേ എല്ലാം. ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ ഭഗത് സിംഗും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ലഘുലേഖ വിതരണം ചെയ്ത് സ്വയം അറസ്റ്റ് വരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ സൈലൻസ്? എന്താ ഇത്ര ചിരിക്കാൻ? വേരാം, പൊയ്ക്കോ, പൊയ്ക്കോ. എന്താ? അല്ല, അത് എന്റെ കൂടെ വർമാജി വന്നിട്ടുണ്ട്. ഞാൻ ഒളിച്ചു. നമ്മുടെ വർമാജി. നമ്മുടെ വർമാജി? അയ്യോ, ഇടിവെട്ടേറ്റ് അവിടെ പാമ്പ് പിടിച്ചു. എപ്പോ? കളികളം. സിനിമയുടെ പേരാണ് മഞ്ജു. റബ്ബർ എസ്റ്റേറ്റ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് കേട്ടിട്ടില്ലേ? വലിയ പ്രൊഡ്യൂസറാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? യൂണിറ്റുകാരൻ ഡ്രൈവേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു നിൽക്കും. പിന്നെ 1 ലക്ഷം രൂപ നമ്മുടെ വേണു സാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 25,000 രൂപ കിഷോർ, 50,000 രൂപ നമ്മൾ പലിശക്ക് എടുക്കുന്നു. അതെ, മോളെ തലയില്. പിന്നെ ഒരു 25,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. ഒറ്റാഴ്ച കൂടെ തിരിച്ചു കൊടുക്കാം. ഉണ്ണിയേട്ടാ, എനിക്ക് നല്ല കലി വരുന്നുണ്ട് കേട്ടോ. ഒരു പടം മുടങ്ങിയ ആളുടെ ബുദ്ധിമുട്ട് മഞ്ജുവിന് മനസ്സിലാവൂല്ലോ. പ്രൊഡ്യൂസർ മാത്രമല്ല, ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. പൈസ കൃത്യമായിട്ട് തിരിച്ചു തരും. ഞാൻ ഉറപ്പ് തിരിച്ചു തരും. കാറ്റു വീശുന്നു, മരങ്ങൾ ഒടിയുന്നു, ഒടിയാത്ത വാഴതൻ കുലയിലോ പാളയങ്കോടൻ പഴം. പഴമുരിയുന്നു, പുട്ടുകുഴച്ചിട്ട് കഴിക്കുന്ന കുട്ടിതൻ മുഖത്ത് സന്തോഷത്തിൻ സംസ്ഥാന സമ്മേളനം. സമ്മേളനം? എടാ, നീ കാരച്ചാരിന്ന് പാടേണ്ടവനല്ലേ? വല്ല ടിവിയിലോ റേഡിയോയിലോ പാടേണ്ടവനാ? അത്രയ്ക്ക് ഗംഭീരാണ്. അല്ല, അപ്പൊ ഓഫിയല്ലോ. വരും. ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല. ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് അവരുടെ മുമ്പിച്ച് മോശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതാ 5000 രൂപയുണ്ട്. മനോജ് മാഷ എന്നാ ഇത് കൊണ്ടേ വിക്കേ പണയം വിക്കേ എന്താ ചെയ്തോ. പ്രകാശേട്ടാ, ഗിരീഷ്, ഇതൊക്കെയുണ്ട്. പടത്തിന്റെ കാര്യമൊക്കെ എന്താ ഉണ്ണിയേട്ടാ? പടത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ നടക്കുന്നു. പിന്നെ ഗിരീഷ്, ഒരു 10,000 രൂപ എഴുതിയിട്ടുണ്ട്. തൽക്കാലം അത് വെച്ചിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്യാം. ശരി. ഓക്കെ. പിന്നെ നമ്മുടെ പ്രകാശനം ഗ്രൂപ്പൊക്കെ അവിടെ പോയി. ഞങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ണിയേട്ടാ. കൃഷ്ണടാ, കൃഷ്ണ ഞാനേ ഉണ്ണിയേറ്റാ മതി. ഉണ്ണിയെ നമുക്ക് നമ്പിക്കയാണ്. എന്താ വർമാജി, നമുക്ക് വിശ്വാസമേ